അപ്പോൾ ഞാൻ പാസ്ത ആദ്യം തന്നെ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഞാൻ ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വേകുന്ന സമയത്ത് തന്നെ കുറച്ച് സവോളയും അതുപോലെ തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാസ്തയൊക്കെ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു സ്ട്രെയിനകത്തോട്ടിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒട്ടാതെ പാസ്ത കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും അതവിടെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു സവോള ഉണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് കഴിയുന്ന ആ ഒരു സമയത്ത് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി വരണം, എന്നാൽ ഒരുപാട് അങ്ങ് വെന്തുടയാൻ വേണ്ട കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗത്തിനായിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്ത മസാലയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. മസാലയെല്ലാം നന്നായിട്ട് ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാസ്ത ഉണ്ടല്ലോ, ആ പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ പാസ്ത വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ. കുക്കറിനകത്ത് വേവിക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം ഇതിനകത്ത് മസാലകൾ പിടിച്ചായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തേ, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പാസ്ത മസാല തന്നെ നിങ്ങൾക്ക് ഒരു പാക്കറ്റും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ പാസ്ത മസാലയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ ഈ മസാലയെല്ലാം നന്നായിട്ടൊരു മിക്സായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കുകയാണെങ്കിൽ ഈ ചീസെല്ലാം മെൽറ്റായി നന്നായിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടിരിക്കുന്ന പാസ്ത റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.